ഇപ്പോൾ VHP നേതാവ് ശ്രീ അനിൽ വിളയിൽ ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽ വിളയിൽ, എങ്ങനെ കാണുന്നു NSSന്റെ ഈ നിലപാടിനെ? NSSന്റെ നിലപാട് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രൂപീകൃതമായതിന്റെ വാർഷിക പരിപാടികൾ 1950 തുടങ്ങിയതിന്റെ 75ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചത്. ആ വാർഷികം ആഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും വർഷം 75 വർഷക്കാലവും ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുമുന്നണിയുടെ നേതാക്കന്മാരും വലതുമുന്നണിയുടെ നേതാക്കന്മാരുമാണ്. അതേപോലെ തന്നെ ദേവസ്വം മന്ത്രിമാരായിട്ടിരുന്നിട്ടുള്ളതും ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും നേതാക്കന്മാർ മാറി മാറിയാണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശബരിമല വികസന കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രകടമായി നമുക്ക് മനസ്സിലാകുമല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംഘടനയുടെയോ അദ്ദേഹത്തിന്റെയോ നിലപാടായിരിക്കാം. പക്ഷെ ഇന്നലെ പന്തളം എന്ന് പറയുന്ന കൊച്ചു പട്ടണം കണ്ട കാഴ്ചയില് ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാണ്, ജാതീയമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. തീർത്തും ഈ പത്തനംതിട്ട ജില്ലയിലെയും ആലപ്പുഴയുടെ ചില പ്രദേശങ്ങളിലെയും വ്യക്തികൾ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നത്. ആ വന്നതിനകത്തെ എത്രയോ നായർ സഹോദരന്മാരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു, ഈഴവ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ബാക്കി ജാതി വിഭാഗങ്ങൾക്കൊന്നും വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമൊന്നുമല്ലല്ലോ ഈ രണ്ട് ജില്ലകൾ എന്ന് പറയുന്നത്. ഹിന്ദുമതത്തിലെ ഈ രണ്ട് ജാതീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് മഹാഭൂരിപക്ഷവും ഉള്ളത്. അവരൊക്കെ തന്നെ ധാരാളമായി, എന്ന് വെച്ചാൽ ആയിരങ്ങളാണ് ഈ പന്തളത്തേക്ക് ഒഴുകി വന്നത്. അന്നേരം അവരൊക്കെ തന്നെ ഈ ഞങ്ങൾ ഉയർത്തുന്ന ആശങ്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് തെളിവ്. അതായത് സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ തന്നെ നിങ്ങളുടെ സംഗമത്തിന് വന്നു എന്നാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. NSS പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു എന്നാണ്. NSS തീർച്ചയായിട്ടും അവരുടെ ഔദ്യോഗികമായ നിലപാട്, ഞാൻ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണം, NSSന്റെ ഔദ്യോഗികമായ നിലപാട് ചിലപ്പോൾ പമ്പയിൽ നടന്ന സംഗമത്തിനായിരിക്കാം. പക്ഷേ ഒരു NSSന്റെ ഔദ്യോഗിക നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുന്നവരാണോ ഈ നാട്ടിലെ എല്ലാ നായർ സമുദായ അംഗങ്ങളും? മഹാഭൂരിപക്ഷം അപ്രകാരമായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയാണ് ഇന്നലെ പന്തളത്ത് കണ്ട കാഴ്ചയും അത് തന്നെയായിരുന്നു. NSS ഔദ്യോഗികമായി സർക്കാരിന് ചിലപ്പോൾ പിന്തുണ കൊടുത്തു കാണും. പക്ഷേ യഥാർത്ഥ നായർ വിശ്വാസികൾ എല്ലാവരും തന്നെ 99% നായർ വിശ്വാസികളും ഇന്നലെ പന്തളത്ത് നടന്ന ആ സംഗമ പരിപാടിയെ പിന്തുണച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒറ്റ വിഷയം മാത്രമാണ് ഇവിടെ തർക്കത്തിലുള്ളത്, അത് യുവതീ പ്രവേശന വിഷയമാണ്. വിഷയാധിഷ്ഠിതമായ ആ കാര്യത്തിലുള്ള പിന്തുണ തന്നെയാണ് NSS നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, തിരിച്ചൊരു ഉറപ്പും വന്നിട്ടുണ്ട്. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് NSSന്റെ നിലപാട് അത് തന്നെയായിരിക്കുമെന്ന്. അതായത് നിങ്ങളുടെയൊക്കെ നിലപാട് തന്നെ, ഹിന്ദു സമുദായ സംഘടനകളുടെയൊക്കെ അതേ നിലപാട് തന്നെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? NSSനെ പോലെ തന്നെ നിങ്ങളും ആ നിലപാടിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ട നടപടി എന്താണ്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തന്നെ അതിനകത്ത് എന്തൊക്കെയോ പിശകുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അതൊരു വിശാലമായ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് റിവ്യൂ ആയിട്ട് വിട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ വളരെ 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 അപൂർവമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന് യുവതീ പ്രവേശനത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് എങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടത് എന്താണ്? സുപ്രീം കോടതിയിൽ നേരത്തെ അവർ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന ആർജവത്തോടു കൂടിയുള്ളൊരു സത്യവാങ്മൂലം കൊടുക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുത. പക്ഷെ അതിന് സമയമായിട്ടില്ല. കാരണം സുപ്രീം കോടതി അതിന്റെ പരിഗണനാ വിഷയത്തിലേക്ക് പോലും പോയിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. വെറുതെ പോയി പരിഗണനാ വിഷയത്തിലേക്ക് പോകേണ്ട സമയത്തൊന്നും അല്ലല്ലോ. ഒരു സുപ്രീം കോടതിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും അഫിഡവിറ്റ് ഫയൽ ചെയ്തിടുന്നതിന് തടസ്സമൊന്നുമില്ല. അല്ല, അതിന് സർക്കാരിന് നിലപാടുണ്ട്. സുപ്രീം കോടതി ഇനി ചോദിക്കട്ടെ, ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ നിലപാട് അറിയിക്കാമെന്ന്, ചാടിക്കേറി പോകണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വേണ്ട, സുപ്രീം കോടതി ഫയൽ ചെയ്യേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പൊതുസമൂഹത്തിനോട് പറയട്ടെ, ഞങ്ങളുടെ നിലപാട് ഇതാണ്. അല്ലാതെ ഒരുമാതിരി അഴകുഴമ്പൻ സമീപനം കാണിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനിക്കാമെന്നുള്ളൊരു അഴകുഴമ്പൻ സമീപനമാണ് എടുക്കുന്നത്. ശരി, ശ്രീ കെ അനിൽകുമാർ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല? ശരി, നന്ദി ശ്രീ അനിൽ വിളയിൽ. എന്തായാലും ഇക്കാര്യത്തിൽ ശബരിമല വിഷയത്തിൽ NSS ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. സർക്കാർ NSSനെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന് G. സുകുമാരൻ നായർ പറയുകയാണ്. അത് യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിൻ്റെ പഴയ നിലപാടല്ല, ആ നിലപാട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവസ്വം മന്ത്രി തന്നെ നേരിട്ട് NSS ജനറൽ സെക്രട്ടറിയെ അറിയിച്ചു. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായത് NSSന്റെ പ്രതിനിധി എന്നുള്ള കാര്യം G. സുകുമാരൻ നായർ പറയുന്നു. അതേ സമയത്ത് തന്നെ
കോൺഗ്രസിനെതിരെയുള്ള വിമർശനം, ഒപ്പം BJPക്കെതിരെയുള്ള വിമർശനവും ജി സുകുമാരൻ നായരുടെ വാക്കുകളിലുണ്ട്. പഴയ തെറ്റ് LDF സർക്കാർ തിരുത്തി എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. ഇതിനെ ഒരു പ്രായശ്ചിത്തമായിട്ട് കാണേണ്ടതില്ല എന്നും ഇപ്പോഴത്തെ നിലപാടിനൊപ്പമാണ് എന്നും NSS ജനറൽ സെക്രട്ടറി പറയുകയാണ്. ഹിന്ദു വോട്ടുകളോട് താല്പര്യമില്ല കോൺഗ്രസിന് എന്നുള്ള ഒരു വിമർശനം കൂടി ഉന്നയിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി. ഇപ്പോൾ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, എങ്ങനെ കാണുന്നു NSSന്റെ ഈ നിലപാടിനെ? അല്ല, നോക്കൂ, സമുദായിക നേതാക്കന്മാരെ ആരെയും അവരുയർത്തുന്ന വിമർശനങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. ആ വിമർശനങ്ങളിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ അത് പരിഗണിക്കും. അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുകയും ചെയ്യും. പക്ഷെ എന്നാൽ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യുന്നതാണ് ശരി എന്ന് പറയുമ്പോൾ NSSും കോൺഗ്രസുമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും NSSന്റെ അംഗങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തകരുമാണ്. ആ കേസുകളുടെ കാര്യത്തിൽ എന്താണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട് എന്ന് ചോദിക്കണ്ടേ? അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ പക്ഷം നവയുഗ അയ്യപ്പ ഭക്തൻ, പുതിയ കാലത്തെ ഏറ്റവും പുതിയ അയ്യപ്പ ഭക്തനുണ്ടല്ലോ, ഭക്തരിൽ ഭക്തരായ പിണറായി വിജയൻ, അദ്ദേഹം നിയന്ത്രിക്കുന്ന പോലീസിനോട് ആ പഴയ കേസുകൾ പിൻവലിക്കാനെങ്കിലും പറയാനുള്ള ആർജവം സമുദായിക നേതാക്കന്മാരെല്ലാവരും കാണിക്കണം. NSS ജനറൽ സെക്രട്ടറി മാത്രമല്ല, SNDP ആയിട്ട് ബാക്കി ആരുമാവട്ടെ, ഈ സംഗമത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഇതിന്റെ പേരിൽ സമരം ചെയ്തവർ, അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, അതിന്റെ പേരിൽ കോടതി കയറി ഇറങ്ങുന്നവർ, അതിന്റെ പേരിൽ PDPP അടക്കമുള്ള ആക്ടുകളുടെ പേരിൽ ഇന്നും പീഡനം നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ സംരക്ഷിക്കാൻ കൂടി തയ്യാറാവണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ശബരിമലയെ ഏറ്റവും വലിയ ദേവസ്ഥാനമായി കാണുകയും അതിനെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യണമെന്ന് ഇന്ന് പ്രസംഗിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് അവിടുത്തെ ആചാരങ്ങളെ മുഴുവൻ തച്ചു തകർക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ആ ആചാരങ്ങളെ മുഴുവൻ തച്ചു തകർത്ത് ശബരിമലയെ ഇന്ത്യയുടെ മുമ്പിൽ അപമാനിക്കുന്ന രീതിയിൽ, ആ ദേവസ്ഥാനത്തെ അവഹേളിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആളാണ് പിണറായി വിജയൻ. ശരി, പക്ഷേ ഇതൊന്നും NSS ജനറൽ സെക്രട്ടറി ബോധ്യമാകുന്നില്ലല്ലോ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. കോൺഗ്രസിനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. അന്ന് NSSനൊപ്പം നിൽക്കുന്ന സംഘടനയാണ് കോൺഗ്രസ്, രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസും UDFും ഒക്കെ. പക്ഷേ ഇന്ന് കോൺഗ്രസിനെ തള്ളിപ്പറയുകയാണ് NSS. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. പക്ഷേ ഞങ്ങൾ അടിസ്ഥാനപരമായ ഒരു ബോധ്യത്തിലാണ് നിൽക്കുന്നത്. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾക്ക് മറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ലല്ലോ. ആദ്യഘട്ടത്തിൽ കോടതിയിൽ നിന്ന് വിധി വന്ന അന്ന് തന്നെ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ നിലപാട് പ്രഖ്യാപിച്ചു. ശരിയല്ല, അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് അവിടെ കയറ്റുന്നത് ശരിയല്ല. രണ്ടാമത്, സമരരംഗത്തേക്ക് ഏറ്റവും ആദ്യം ചാടി ഇറങ്ങിയതും കോൺഗ്രസ് തന്നെയാണ്, കോടതിയെ സമീപിച്ചതും കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. നന്ദി ശ്രീ വസന്ത് തെങ്ങുംപള്ളി. എന്തായാലും NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ കോൺഗ്രസിന് അതിരൂക്ഷമായ വിമർശനമാണ്. LDFിനെയും LDF സർക്കാരിനെയും പ്രശംസിക്കുന്ന നിലപാടാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.